പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും നമ്മളുടെ മുഗൾ ആർമിയും വിജയനഗര ആർമിയും. അപ്പൊ മുഗൾ ആർമിയെ നമ്മൾ വിളിക്കുന്നത് മാൻസബ്ദാരി സിസ്റ്റം എന്നാണ്. അപ്പൊ മാൻസബ്ദാരി സിസ്റ്റത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഒരു സിസ്റ്റം പ്രകാരം ഓരോ ഓഫീസേഴ്സിന്റെ കീഴിലും ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരുന്നു. ഓരോ ഓഫീസേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കുതിര പടയാളികളെ നോക്കിയിട്ടുണ്ട്. അവരെയാണ് നമ്മൾ മാൻസബ് എന്ന് പറയുന്നത്. അങ്ങനെ റാങ്ക് ഓഫ് ദ മാൻസബ് എങ്ങനെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ അവർക്ക് കീഴിൽ എത്ര കുതിര പടയാളികൾ ഉണ്ടോ അതനുസരിച്ചിട്ടായിരുന്നു ഇവർക്ക് റാങ്ക് കൊടുത്തിരുന്നത്. ഇനി ഈ ഒരു സിസ്റ്റം പണ്ടത്തെ സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകിയിട്ട് സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമായിട്ടാണ് മാൻസബ്ദാരി സിസ്റ്റം ഇവർ കൊണ്ടുവന്നത്. അങ്ങനെ മാൻസബ്ദാർസിന്റെ രാജാവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ലാൻഡുകൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ എന്ത് ചെയ്യായിരുന്നു, ഈ ലാൻഡിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ടാണ് അവരുടെ സൈനിക വ്യൂഹത്തെ അവർ നോക്കിയിരുന്നത്. ഇതാണ് മാൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കാനുള്ളത് വിജയനഗരയിലെ അമരനായക സിസ്റ്റമാണ്. അപ്പൊ അമരനായകാസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിലിറ്ററി കമാൻഡേഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത്. കിങ്ങിന് എന്ത് ചെയ്തിരുന്നു, ഇവർക്ക് ഓരോ ലാൻഡ്, അതായത് അമര എന്നാണ് ഈ ലാൻഡിനെ പറയുന്നത്, അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ആൻഡ് ഈ ഒരു അമരയുടെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നോക്കിയിരുന്നത് നമ്മളുടെ അമരനായകമാരായിരുന്നു. അങ്ങനെ അമരനായകർ എന്ത് ചെയ്തു, ഈ ഒരു ലാൻഡിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് രാജാവിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇവർക്ക് കീഴിലായിട്ടും എന്തുണ്ട്, ഒരുപാട് ഫുഡ് സോൾജേഴ്സ്, ഹോഴ്സസ്, എലിഫന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ വിജയനഗരയിലെ അമരനായക സിസ്റ്റം. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് പേസിൽ നാളത്തെ എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതേപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ comment yes in the comment box.